തിരുവനന്തപുരം പേരൂർക്കടയിൽ യുവതിയെ മോഷണക്കുറ്റം ആരോപിച്ച് പീഡിപ്പിച്ച എസ്ഐക്കെതിരെ നടപടി. മാനസികമായി പീഡിപ്പിച്ച എസ്ഐക്കെതിരെയാണ് നടപടി വന്നത്. എസ്ഐ പ്രസാദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. എന്നാൽ മറ്റു പോലീസുകാർക്കെതിരെ നടപടിയെടുത്തില്ല. എസ്ഐക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത്. ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തത് പ്രാഥമിക അന്വേഷണം നടത്താതെയാണെന്നും എസ്ഐ അധികാര ദുർവിനിയോഗം ചെയ്തുവെന്നും നടപടിയെടുത്ത ഓർഡറിൽ പറയുന്നു. പോലീസുകാർക്കും പരാതി നൽകി വീട്ടുടമയ്ക്കുമെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും ബിന്ദു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ അത്രയും കുതിര ചെയ്തതിനോട് ഞാൻ ആ പരാതിക്കാരി ഓമന ഡാനിയലും ഈ പ്രസിഡന്റ് പറഞ്ഞ എസ്ഐ വേറൊരു പോലീസ് എനിക്ക് പേരറിയത്തില്ല. അവര് നടപടി എടുത്തേ പറ്റൂ. എനിക്ക് നീതി കിട്ടണം. എന്നെ ഭയങ്കരമായിട്ട് തന്നെ ആത്മഹത്യയുടെ മുക്കിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ സാറ്. വെള്ളം ഞാൻ ചോദിച്ചു, പറഞ്ഞ് ബാത്റൂമിൽ ബക്കറ്റിലുണ്ട്. ഞാൻ ബാത്റൂമിൽ പോയെങ്കിലും ഞാനത് കുടിച്ചില്ല. പോലീസ് സ്റ്റേഷനിൽ ബിന്ദു നേരിട്ടത് കടുത്ത ജാതി വിവേചനമാണ്. നിറവും ജാതിയും പറഞ്ഞ് പീഡിപ്പിച്ചെന്ന് ബിന്ദു റിപ്പോർട്ടറിനോട് പറയുന്നു. വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ കുളിമുറിയിൽ പോയി കുടിക്കാൻ പറഞ്ഞെന്നും പരാതിക്കാരി. ഞാനവിടെ 3:30 ചെല്ലുന്ന സമയം മുതൽ പിറ്റേന്ന് 24 തീയതി 12:30 എന്നെ പുറത്ത്. അതുവരെ ഞാൻ അതിനകത്തായിരുന്നു. ഞാൻ വെള്ളം ചോദിച്ചു. അപ്പോൾ ഈ പ്രസിഡന്റ് പറഞ്ഞ സാറാണ് പറഞ്ഞ് ബാത്റൂമിൽ ബക്കറ്റിലോട്ട് പോയി കുടിച്ചില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പരാതിയില്ലെന്ന് ബിന്ദുവും നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചുവെന്ന് ബിന്ദുവിന്റെ അഭിഭാഷകനും പറഞ്ഞു. കേൾക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് ബിന്ദു പറയുന്ന മുഴുവൻ അദ്ദേഹം കേൾക്കുകയുണ്ടായി. ബിന്ദു പറഞ്ഞത് മുഴുവൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കേട്ടു. നമ്മൾ വാക്കാലാണ് പറയുന്നത്. അത് കേട്ടതിന് ശേഷം പോലീസ് കേസെടുക്കും. പോലീസ് നടപടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞായിരുന്നു. അത് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ നോക്കി നടപടിയെടുക്കാം എന്ന് പറഞ്ഞ് ബിന്ദു ആദ്യം അങ്ങ് ഇറങ്ങിയാണ്. ബിന്ദു ഇറങ്ങുന്നു. ബിന്ദു ഇറങ്ങി കഴിഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നുണ്ട് നടപടിയെടുക്കാം എന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അത് താങ്കൾ കേട്ടു? അതെന്ന് പറയുന്നുണ്ട്. കേട്ടു. റിനു ശ്രീധരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഈ വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ആദ്യം എത്തിച്ചത് റിപ്പോർട്ടർ TV ആണ്. റിനു ശ്രീധരാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ബിന്ദുവിൻ്റെ 20 മണിക്കൂർ നീണ്ട മാനസിക പീഡനത്തിൻ്റെ വാർത്ത ഞെട്ടലോടുകൂടിയാണ് അന്ന് കേരളം കേട്ടത്. റിനു പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ ഇന്നിപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. ഈ ബിന്ദുവിനെ മാനസികമായി പീഡിപ്പിച്ച SI പ്രസാദിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടും തീരുന്നില്ല. റിനു ഉണ്ട് നമുക്കൊപ്പം. റിനു, വെരി ഗുഡ് ഈവനിങ്. റിനു, നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയ്ക്ക് ആദ്യഘട്ടത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല ബിന്ദുവിൻ്റെ ആവശ്യം. ബിന്ദു പറയുന്നത് ഈ വീട്ടുടമയ്ക്കെതിരെയും അതേപോലെ പ്രസിഡന്റ് എന്ന മറ്റൊരു ASIക്കെതിരെയും പേരറിയാത്ത മറ്റൊരു ഉദ്യോഗസ്ഥയ്ക്കെതിരെയും നടപടി വേണം എന്നാണ്. എന്തായാലും പ്രസാദിനെ സസ്പെൻഡ് ചെയ്തതുകൂടെ തനിക്ക് നീതി കിട്ടുന്നു എന്നൊരു ബോധ്യമാണോ ഇപ്പോൾ ബിന്ദുവിനുള്ളത്? അരുൺകുമാർ, ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് തിരുവനന്തപുരം പേരൂർക്കട പോലീസിൽ നിന്ന് ആനാട് സ്വദേശിയായിട്ടുള്ള ബിന്ദുവിന് അനുഭവിച്ച കൊടും ക്രൂരകൃത്യത്തെക്കുറിച്ച് റിപ്പോർട്ടർ TV വാർത്ത പുറത്തുവിടുന്നത്. അതായത് ബിന്ദു ജോലിക്ക് നിന്ന പേരൂർക്കടയിലെ ഓമന ഡാനിയൽ എന്ന് പറയുന്ന വീട്ടുടമ ബിന്ദുവിനെതിരെ പോലീസിലൊരു പരാതി നൽകുന്നു. 2.5 പവൻ്റെ ഒരു മാല അവരുടെ വീട്ടിൽ നിന്ന് കാണാതെ പോയി എന്നുള്ളതാണ് ആ പരാതി. പരാതിയെ തുടർന്നാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ബിന്ദുവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം കൊടും ക്രൂരതയാണ് അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ ബിന്ദു നമ്മളോട് അന്ന് പങ്കുവെച്ചതും വാർത്തയായി നൽകുന്നതും. അതിനുശേഷം ഈ DGP ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം. നമ്മുടെ വാർത്ത പോയി 2ാമത്തെ ദിവസം അന്വേഷണം പ്രഖ്യാപിക്കുന്നു. തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് ACPക്ക് ഇതിൻ്റെ അന്വേഷണ ചുമതല നൽകുന്നു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നുള്ളതായിരുന്നു ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്ന് വരികയായിരുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരായിട്ട് അടക്കം വലിയ രീതിയിലുള്ള ആരോപണവുമായി ബിന്ദു രംഗത്ത് വന്നിരുന്നു. ഇന്ന് വൈകുന്നേരം പരാതിയില്ല എന്നുള്ള ഒരു കാര്യം ബിന്ദു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ SI പ്രസാദിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ്. സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ SI പ്രസാദ് മാത്രമല്ല ഈ ബിന്ദുവിനെ ഇത്തരത്തിൽ ഒരു പീഡന മുറകൾ പരീക്ഷിച്ചത് എന്നുള്ളതാണ്. കുടിക്കാൻ വെള്ളം കൊടുത്തില്ല, കഴിക്കാൻ ഭക്ഷണം കൊടുത്തില്ല, ശുചിമുറിയിൽ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞു, ഒപ്പം വിവസ്ത്രയാക്കി പരിശോധന നടത്തി. ഇത് ഒരു വംശീയ വെറിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളൊരു ആരോപണം കൂടി ഉയർന്ന് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ബിന്ദു ആരോപിക്കുന്നത് ഈ ഒരാൾക്കെതിരെ നടപടിയെടുത്താൽ മാത്രം പോരാ, മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി വലിയ മോശമായിട്ടുള്ളൊരു പെരുമാറ്റമാണ് നടത്തിയത്.
ബാത്റൂമിൽ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞു, തെറിയഭിഷേകം നടത്തി ഒരു പ്രസന്നൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെതിരെയും അവർ ഈ പരാതി ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്കെതിരെ ഒന്നും നടപടിയെടുത്തില്ല. അന്വേഷണ വിധേയമായി ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. എന്തായാലും മാനനഷ്ട കേസ് ഉൾപ്പെടെ കോടതിയിൽ സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ബിന്ദുവിൻ്റെയും കുടുംബത്തിൻ്റെയും തീരുമാനം. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. റിനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.